ത്തിന് മഹത്വം. അനുഗ്രഹീതമേറിയ ഈ വൈകിയ വേളയ്ക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാധുനിയുടെ യൂട്യൂബ്, ഫേസ്ബുക്ക് മീഡിയയിലൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യയായിരിക്കാൻ വലിയവനായ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ടൈം സോണുകളിൽ ഈ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും, ദൈവദാസന്മാരുണ്ട്, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭമായി അറിയിക്കുകയാണ്. പ്രാർത്ഥനാധ്വനി ഏകദേശം 16 ചാപ്റ്ററുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ എൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എൻ്റെ നേതൃത്വത്തിൽ ചുമതലയൊക്കെയുള്ള ദൈവമക്കൾ, ദൈവദാസന്മാരെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഇതിന് ശക്തമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട പ്രിയ ദൈവദാസൻ ബെൻസൻ ദാനിയേൽ അവറുകൾ, കുടുംബം, പ്രിയ ദൈവദാസൻ്റെ ശുശ്രൂഷ എല്ലാം ഇത്രത്തോളം ദൈവം സഹായിച്ചല്ലോ. പ്രിയപ്പെട്ട കുടുംബത്തെയും സകല ആവശ്യങ്ങളെയും ശുശ്രൂഷകളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരവസരം തന്ന പ്രിയ ദൈവദാസിനോടും മാനേജിംഗ് കൗൺസിലിനോടും ഉള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകം നമ്മൾ പ്രിയ സിസ്റ്റർ ബിന്ദുവിനെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്നുണ്ടായ ഒരു പ്രയാസം, ഒരു അപകടത്തിൽ നിന്ന് ദൈവം ഇത്രത്തോളം ദൈവ ആരോഗ്യവും ബലവും ദൈവകൃപയൊക്കെ കൊടുത്തല്ലോ. അനർത്ഥം വ്യസനകാരണമായി തീരാതെ വലിയൊരു അനർത്ഥമാണെങ്കിലും ദൈവം ഇത്രത്തോളം ആശ്വാസം കൊടുത്ത് വേഗത്തിൽ പൂർണ്ണമായൊരു സൗഖ്യം, വേഗത്തിലൊരു റിക്കവറി ഉണ്ടാകുവാൻ നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ദൈവം വേഗത്തിലുള്ള സൗഖ്യവും വിടുതലും ആരോഗ്യവും ആയുസ്സുമെല്ലാം ദൈവം കൽപ്പിക്കട്ടെ. ദൈവമക്കളെ, നമ്മൾ ഓരോ മാസവും ഓരോ ടോപ്പിക്കാണ് നമ്മുടെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാന വിഷയമായി എടുത്തിരിക്കുന്നത്. ഈ മാസത്തെ നമ്മുടെ ദൈവവചന ചിന്തയ്ക്കായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക് പുതിയ സൃഷ്ടി എന്നുള്ളതാണ്. പുതിയ സൃഷ്ടി നമുക്കറിയാം. അതിന് ആധാരമായി 2 കൊരിന്ത്യർ 5:17 പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. എന്താണ് നമുക്ക് ഈ പുതിയതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പഴയതുണ്ട്. പുതിയ സൃഷ്ടിയുടെ ആവശ്യകത എന്താണ് പുതിയത്? നമ്മൾ ലോകപ്രകാരം ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് വചനത്തിലേക്ക് അത് തുടർന്ന് മടങ്ങി വരാം. നമ്മൾ ഈ പുതിയതെന്ന് പറയുമ്പോൾ പഴയതുണ്ട്. ഇപ്പോൾ ദൈവവചനമായാലും പഴയ നിയമവും പുതിയ നിയമവും ഉണ്ട്. അതിന് കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണം, അതെല്ലാം ആ വചനത്തിന് പൊരുളായ പുതിയ നിയമം ആധികാരമായി അതിന് സപ്പോർട്ടായിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഈ പഴകിയത്, ഇബ്രായ ലേഖനത്തിന് അതിനെപ്പറ്റി പറയുന്നുണ്ട്. പഴയ നിയമം എന്ന് പറഞ്ഞാൽ അത് പഴകിയതാണ്, അല്ലെങ്കിൽ അതിന് ചില പരിമിതികൾ, ചില കുറവുകൾ അതിനകത്തുണ്ട്. അത് പുതിയ നിയമവും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ അത് പൂർണ്ണതയിലേക്ക് വരികയാണുള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് ചിന്തിക്കാവുന്ന മറ്റൊരു കാര്യം, നമ്മൾ ഒരു പഴയത്, ഒരു വീടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വാഹനമായിക്കോട്ടെ, നമ്മൾ അതിൻ്റെ മോഡലും അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഘടനയൊക്കെ മാറുമ്പോഴാണ് നമ്മൾ അതിനെ പുതിയതെന്ന് പറയുന്നത്. എന്നാൽ അത് നമുക്ക് രണ്ടാമത് ചിന്തിക്കാവുന്ന ഒരു ഭാഗമാണ്. മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനൊരു മാറ്റം നമുക്ക് കാണുവാൻ കഴിയത്തില്ല. പുറമേ നിന്ന ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ അവന് ദേഹം, ദേഹി, ആത്മാവ്. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആ മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് ദൈവം തന്നെയാണ് കൈകൊണ്ട് ആദ്യ മനുഷ്യനായ ആദാമിനെയും ആദാമിൽ നിന്ന് ഹവ്വായെയും ദൈവം സൃഷ്ടിച്ചത്. വർഷങ്ങളും ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ ഘടനയ്ക്കോ ഈ ഓരോ വ്യക്തികളും വ്യത്യസ്തമാണെങ്കിലും അതിനൊരു മോഡൽ മാറുന്നത് പോലെ, അല്ലെങ്കിൽ പഴയ കാലഘട്ടം പോലെ, ഇപ്പോൾ നമ്മളൊരു വീടിൻ്റെ കാര്യം 1970 രീതിയിലാണോ 80 വീട് വെച്ചത്, അല്ലെ 80 അതുകൊണ്ടാണോ 90, അല്ലെ 2000, 2020, 25? അതിനെല്ലാം ഒരു മാറ്റമുണ്ട്. ഘടന വ്യത്യാസം വരും, അതിൻ്റെ സ്ട്രക്ചറിന് മാറ്റം വരും. റൂമുകളുടെ അത് എങ്ങനെയാണ് അവന് ഒരു ആർക്കിടെക്റ്റ് ഭാവനയിൽ മനസ്സിൽ കണ്ട്, അല്ലെങ്കിൽ ആ വീട് വെക്കേണ്ടിയ ആ മനുഷ്യൻ്റെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. പഴയ വീട് നമുക്ക് വീണ്ടും അതുതന്നെ പുതിയതാക്കി മാറ്റാനും കഴിയും. അപ്പം അത് ഭൗതികമായ കാര്യങ്ങൾക്ക് അങ്ങനെ നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. ഇപ്പോൾ ഒരു വാഹനമായാലും, ഒരു വാഹനം അതിൻ്റെ മോഡൽ മാറുന്നതനുസരിച്ച് അതിൻ്റെ ഷേപ്പും അതിൻ്റെ രൂപവും അതിൻ്റെ എല്ലാ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അകത്തുപോലും
അതിൻ്റെ എൻജിനായാലും സ്പെയർ പാർട്സ് ആയാലും ഓരോന്നും പഴയ 50 വർഷങ്ങൾക്കോ 40 വർഷങ്ങൾക്കോ മുമ്പുള്ള രീതിയിലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ എൻജിൻ വേറെ സൈഡിലോട്ട് മാറ്റാൻ പറ്റും. ഓരോ സ്പെയർ പാർട്സും അതിൻ്റെ പാർട്സുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ അത് മോഡൽ മാറുന്നതനുസരിച്ച് അതിന് മാറ്റങ്ങളുണ്ടാകാം, പുറത്തും മാറ്റമുണ്ടാകാം. അതിൻ്റെ ഷേപ്പിനും അതിൻ്റെ ഓരോ രീതികൾക്കൊക്കെ മാറ്റമുണ്ടാകാം. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രിയ ദൈവമക്കളെ അങ്ങനൊരു മാറ്റം സാധ്യമല്ല. നമ്മൾ ദേഹം, ദേഹി, ആത്മാവ് എന്നും ഒരു മനുഷ്യൻ 3 ഘടകമാണ് ഉള്ളത്. ദേഹം, ദേഹി, ആത്മാവ്. ദേഹം എന്ന് പറയുന്നത് നമ്മൾ ഈ പുറമേ കാണുന്ന ഇതാണ് നമ്മൾ പുറത്തു നിന്ന് ആൾക്കാർക്ക് കാണാൻ കഴിയുന്നത് ഈ ശരീരമാണ്. എന്നാൽ നമുക്ക് പ്രാണൻ, ജീവൻ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വമാണ് ദേഹിയിലുള്ളത്. അതാർക്കും പുറമേ നമ്മുടെ പ്രകടനത്തിലൂടെയും നമ്മുടെ വിചാരങ്ങളിലൂടെയും നമ്മുടെ സംസാരത്തിലൂടെ ഇടപാടുകളിലൊക്കെ ഈ ദേഹിയുടെ പറ്റിയുള്ള അതിൻ്റെ വ്യക്തിത്വങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ ആത്മാവ് ദൈവമായിട്ട് ഒരു എപ്പോഴും ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആത്മാവെന്ന് പറയുന്നത്. അത് ദൈവമായിട്ട് ഇതൊന്നും പുറമേ നിന്ന് കാണുവാൻ കഴിയുന്നതല്ല പ്രിയ ദൈവമക്കളെ. അപ്പോൾ ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം വേണേൽ പറയാം. നമ്മുടെ ഈ മൂക്ക്, ഈ സാധനം മാറ്റി വേറെ സാധനം ഒന്നും നമുക്കത് മാറ്റി വെക്കാൻ കഴിയത്തില്ല. കാരണം നമ്മളെ നിർമ്മിച്ച സൃഷ്ടാവും ഉടയവനുമുണ്ട്. അതൊരു മനുഷ്യൻ്റെ കൈവേലയിലോ മനുഷ്യൻ്റെ ആഗ്രഹമനുസരിച്ചോ അല്ലെങ്കിൽ മനുഷ്യൻ തീരുമാനിക്കുന്നതനുസരിച്ചോ അല്ല നമ്മുടെ ഘടനയോ ഒക്കെ അത് ഉരുവായി വരുന്നത്. ദൈവമാണ് അത് എന്താ നമ്മുടെയൊക്കെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ദൈവം തന്നെ മെടയുക. മാനുഷ്യമായി നമുക്ക് ലോകപ്രകാരമായി നമുക്കൊരു നാച്ചുറൽ ബർത്തുണ്ട്. മാതാപിതാക്കളാലാണ് നമ്മളെല്ലാം ജനിക്കപ്പെടുന്നത്. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ എന്തെങ്കിലും ഒരു അവയവം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുവാൻ ഇതിന് സയൻസിനോ അല്ലെങ്കിൽ മറ്റ് ഒരു സംവിധാനത്തിനോ കഴിയത്തില്ല. നമുക്ക് തന്നെ അറിയാം, അകത്ത് നമ്മുടെ ഉള്ളിൽ നമുക്കറിയാവുന്ന ഒത്തിരി അവയവങ്ങളുണ്ട്. ഇന്നും സയൻസ് പൂർണ്ണമായി എല്ലാം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ മനുഷ്യന് മരണം സംഭവിക്കുന്നത്. നമുക്കറിയാം, മെഡിക്കൽ സയൻസ് അല്ലെ ഡോക്ടേഴ്സ്, വൈദ്യന്മാരൊക്കെ എല്ലാം അവർ കാര്യങ്ങൾക്ക് അത് സോൾവ് ഔട്ട് ചെയ്യുവാനും ഏത് അവയവത്തിന് എന്ത് പ്രശ്നമായാലും അതിന് പരിഹരിക്കാനും അത് സൗഖ്യമാക്കുവാനും ഒക്കെ അവർക്ക് കഴിവുണ്ടെങ്കിൽ ഒരു മനുഷ്യനും മരിക്കത്തില്ല. അവൻ്റെ എന്താ രോഗം, എന്താ കുറവ്, അവൻ എന്താ പ്രശ്നം, അത് മെഡിക്കൽ സയൻസിന് പൂർണ്ണമായി പരിഹരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ മനുഷ്യൻ്റെ എല്ലാ അസുഖങ്ങളും മാറും, അവന് മരണം തന്നെ സംഭവിക്കത്തില്ല. എന്നാൽ ഇതിനെല്ലാം പരിധിയും പരിമിതിയും ഉണ്ട്. മെഡിക്കൽ സയൻസിനും ഡോക്ടേഴ്സിനും എല്ലാം അവർ പഠിച്ചുകൊണ്ടിരിക്കുക. അവർ പുതിയ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുക, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്കറിയാം ഹാർട്ട് വിഭാഗത്താണ്, നമുക്ക് കിഡ്നിയുണ്ട്, ലിവറുണ്ട്, ശ്വാസകോശങ്ങളുണ്ട്. എന്നാൽ മനുഷ്യൻ എന്തെങ്കിലും അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്, ഹൃദയം മാറ്റി വേറെ ഹൃദയം വെക്കാം, അല്ലെങ്കിൽ കിഡ്നിയോ ലിവറോ ഒക്കെ മാറ്റാനും അതൊക്കെ ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് അതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ചിന്തിച്ചോണം, അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനും തകരാറ് സംഭവിച്ച് മരണം സംഭവിക്കുക. അപ്പോൾ അത് താൽക്കാലികമായിട്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റ്, ചില ക്രമീകരണങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ. എന്നാൽ മനുഷ്യനൊരിക്കലും അവൻ്റെ ഹൃദയം ഇവിടുന്നെടുത്ത് വേറൊരു ഭാഗത്തോട്ട് ഫിറ്റ് ചെയ്യാൻ ഒരുപക്ഷെ കഴിഞ്ഞാലും ആ മനുഷ്യൻ മരണപ്പെടും. എന്നാൽ ജനനത്തിങ്കൽ തന്നെ ഇത് 2025 വരെ മനുഷ്യൻ ഇങ്ങനെ ഹൃദയം ഇവിടെ അല്ലെങ്കിൽ ലിവർ ഇന്ന സ്ഥാനത്ത്, ശ്വാസകോശം ഇവിടെ ഇങ്ങനെ ജനിച്ചു. എന്നാൽ ഇനി വേറൊരു രീതിയിൽ ഏതെങ്കിലും സയൻസിനോ മനുഷ്യനോ ആ ഘടന, അതിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളുടെ ഒരു മാറ്റം ക്രമീകരിച്ച് പുതിയ മോഡൽ വണ്ടി ഇറങ്ങുന്നത് പോലെ, അല്ലെ ഭവനം നമ്മുടെ ഇഷ്ടത്തിന് പണിയുന്നത് പോലെ മനുഷ്യനെ നിർമ്മിച്ചെടുക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ അത് ദൈവിക പദ്ധതി അനുസരിച്ചാണ്. ദൈവം തന്നെ ഉടയവനായ സൃഷ്ടാവായ ദൈവമാണ് അതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിയും. ദൈവമാണ് അതെല്ലാം ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പം ഈ ശരീരത്തിന് മാറ്റം നമുക്ക് കഴിയത്തില്ല. പക്ഷേ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ദേഹിക്കും ആത്മാവിനും ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് നമ്മൾ ഈ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ അതുവരെ നമ്മൾ നടന്നു വന്ന പാതകളും നമ്മുടെ സ്വഭാവ രീതികളും അതുവരെ നമ്മൾ വന്ന വഴികളെല്ലാം നേരെ യൂട്ടേൺ അടിക്കുന്ന ഒരു പ്രതിഭാസമാണ്, അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഘടനയ്ക്കൊക്കെ നമുക്ക് ചില മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും, എന്നാൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ ദൈവത്തെ നമ്മളെല്ലാം മാതാപിതാക്കളാലാണ് നമുക്ക് ജന്മം ലഭിക്കുന്നത്, നമ്മൾ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നത്. ഇപ്പോൾ എല്ലാവരും ആദ്യം നമുക്ക് മാതാപിതാക്കളാൽ നമുക്കൊരു ജനനം ലഭിക്കുന്നുണ്ട്. ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവത്തെ അറിയാതെ, വചനം അനുസരിക്കാതെ, വചനത്തിൻ്റെ കൽപ്പനയോ പ്രമാണമോ ഒന്നും അറിയാത്തൊരു മനുഷ്യനെ പറ്റി ഞാൻ ആദ്യം പറയാം. അങ്ങനെ ഒരു മനുഷ്യൻ അവൻ ജനിക്കുന്നു, അവൻ ഒരു മരണമുണ്ട് ഈ ലോകത്തിൽ നിന്ന്. അത് എത്രയോ പ്രായമായിക്കോട്ടെ, 20, 30, 50, 80, 100 എത്രയായാലും ആ കാലഘട്ടത്തിൽ ഒരു പക്ഷേ അപകടത്തിലൂടെ ആയിരിക്കാം, രോഗത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ സാധാരണ നാച്ചുറലായിട്ടുള്ള ഒരു മരണം അവനുണ്ടാകും. അതോടെ ഈ ലോകത്തിൽ നിന്ന് അവൻ മാറ്റപ്പെടുക. പിന്നെ നമുക്കറിയാം നമ്മുടെ ആത്മാവുണ്ട്. അപ്പം ദൈവത്തെ അറിയാത്തൊരു വ്യക്തിയെ നമ്മൾ പറ്റി പറയുമ്പോൾ ആ ഒരു ജനനമുണ്ടായി, ലോകപ്രകാരം തന്നെ ഒരു മരണവുമുണ്ടായി. അതിനുശേഷം പിന്നെ ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു മരണവും കൂടെ വരും. അതാ നിത്യമരണമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു അന്ത്യന്യായവിധി ഉണ്ടാകുകയും എന്നേക്കുമായുള്ളൊരു ഒരു അന്ത്യമരണം, ഒരു കത്തുന്ന തീപ്പൊയ്കയിലേക്ക് പിന്നെ തള്ളിയിടും. അത് രണ്ടാം മരണമാണ്. അതാണ് ദൈവത്തെ. എന്നാൽ ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിയെപ്പറ്റി നമുക്ക് പറയാം. നമ്മൾ ലോകപ്രകാരം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ മനുഷ്യൻ്റെ കൂട്ട് തന്നെ നമ്മൾ ജനിക്കുന്നു. എന്നാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ഭാഗമാണ് വീണ്ടും ജന്മം എന്ന് പറയുന്നത്. ആദാമിൻ്റെ പാരമ്പര്യത്തിൽ, ആദാമിൻ്റെ തലമുറയിൽ ജനിച്ച എല്ലാവരും പാപത്തിൻ്റെ കീഴിലായിപ്പോയി, പാപത്തിൻ്റെ അടിമകളായിപ്പോയി. അപ്പോൾ ഈ ശരീരം പാപം നിറഞ്ഞ ശരീരമാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ പാപങ്ങളും നമ്മുടെ കുറവുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായി. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറയുമ്പോൾ, കർത്താവിന് നമ്മുടെ കർത്തൃത്വം കൈമാറുമ്പോൾ നമുക്ക് അവിടെ ഒരു പുതിയൊരു ജീവിതം ലഭിക്കും. അതാണ് ഈ വെള്ളത്താലും ആത്മാവിലാലും ഉള്ള ജന്മം എന്ന് പറയുന്നത്. ഇപ്പം നിക്കോദീമോസ് നമുക്കറിയാം, പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, അവൻ കർത്താവിനോട് ചോദിച്ചു, അവനത് മനസ്സിലാകാത്തത് കൊണ്ടാണ് നീ വീണ്ടും ജനിക്കണമെന്ന് വരുമ്പോൾ അവൻ ചിന്തിച്ചെന്താ, വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പോയി വീണ്ടും ജനിക്കാൻ പറ്റുമോയെന്ന്. അതല്ല, നമ്മൾ സാധാരണ ജനിക്കുന്ന ജനനത്തിന് ശേഷമുള്ള രണ്ടാമത്തെ ജനനമാണ് വീണ്ടും ജനന അവസ്ഥയെന്ന് പറയുന്നത്. നമുക്ക് ദൈവത്തിനോട് കർത്തൃത്വം കൊടുക്കുക, അന്ന് വരെയുള്ള എല്ലാ പാപത്തിൻ്റെ വഴികളും ദൈവഹിതമില്ലാത്ത നമുക്കത് തിരിച്ചറിവ് അപ്പോഴാണ് ഉണ്ടാകുന്നത്, മാനസാന്തരം ഉണ്ടാകുന്നത് അപ്പോഴാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു പുതിയൊരു ജനനം, ഒരു പുതിയ സൃഷ്ടി അവിടെ ആകുക. ഇതുവരെ കടന്നു വന്ന വഴിയിൽ നിന്നൊരു മാറ്റം. അത് എവിടെ മാറ്റം കാണുന്നതെന്ന് ശാരീരികമായി മാറ്റങ്ങളുണ്ടാകാം, എന്നാലും അത് പ്രത്യക്ഷമായി അത് മനസ്സിലാകത്തില്ല. അത് നമ്മുടെ സത്യത്തിൽ അതിനുള്ള മാറ്റം സംഭവിക്കും നമ്മുടെ ദേഹിക്കും, നമ്മുടെ പേഴ്സണാലിറ്റിക്കും, നമ്മുടെ മനോഭാവത്തിനും നമ്മുടെ സ്വഭാവത്തിനുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. ദേഹിക്കാൻ ഒരു മാറ്റം ഉണ്ടാകും. അതുപോലെ ആത്മാവിലുള്ള ജനനം, ആത്മാവിലുള്ള മാറ്റം അവിടെ സംഭവിക്കുന്നത്. പിന്നെ നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവിടെ കണക്റ്റഡ് ആകുകയാണ്. അവിടെയാണ് നമ്മളൊരു പുതിയ സൃഷ്ടിയാകുന്നത്. അപ്പോഴാണ് പഴയത് നമ്മൾ കഴിഞ്ഞു പോയെന്ന് പറയുന്നത്. അത് ക്രിസ്തുവിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പുതിയ സൃഷ്ടിയായി തീരുക. അപ്പോൾ ആ അനുഭവം എന്ന് പറയുന്നത് അത് പുറമേ നിന്ന് കാണുവാൻ കഴിയത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ഇടപാട് കൊണ്ട് സ്വഭാവത്തിലും നമ്മൾ ദൈവികമായ ആ വഴിയിലൂടെ നടക്കുന്നതിലൂടെ ഒക്കെയാണ് നമുക്ക് ആ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ ഒരു വ്യക്തി, അപ്പോൾ 2 ജനനമായി. ആദ്യത്തെ ഒരു ജനനം, അടുത്ത ഒരു ജനനം, വീണ്ടും ജനനം എന്നൊരവസ്ഥ. ആ വ്യക്തിക്ക് ലോകപ്രകാരം അദ്ദേഹത്തിനൊരു മരണമുണ്ട്. മുമ്പേ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിന് ശേഷം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ഇല്ലെങ്കിൽ കർത്താവ് വരുവാണെങ്കിൽ, ആ മരണം സംഭവിച്ചില്ലെങ്കിൽ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോടുകൂടെ എടുക്കപ്പെടും. അതാ ദൈവവചനം ആധികാരികമായി നമ്മളോട് പറയുന്നത്. അങ്ങനെ ഒരു മരണം സംഭവിക്കുന്നവന് ആദ്യം പറഞ്ഞ വ്യക്തിയുടെ രണ്ടാം മരണമില്ല, അവനൊരു നിത്യമരണമില്ല, അവനൊരു അന്ത്യന്യായവിധിയില്ല, അവനെ കത്തുന്ന തീപ്പൊയ്കയിൽ ഇടത്തില്ല, രണ്ടാം മരണത്തിന് അവൻ്റെ മേൽ അവകാശമില്ല. പിന്നെന്താ ഉള്ളത്? അവനൊരു നിത്യജീവനാണ് ഉള്ളത്. അവന് ഒരു മരണമേ ഉള്ളൂ. അപ്പോൾ ഒരു ജനനമുള്ളവന് 2 മരണവും, 2 ജനനം. അത് രണ്ടാമത്തത്, ആദ്യത്തെ ജനനം നിങ്ങൾക്ക് മനസ്സിലായി. രണ്ടാമത്തെ ജനനം എന്ന് പറയുന്നത് വീണ്ടും ജനനത്തിൻ്റെ അവസ്ഥയാണ്. അങ്ങനെ 2 ജനനമുള്ളവന് ഒരു മരണമേ ഉള്ളൂ.
പിന്നെ നിത്യതയാണ്, നിത്യജീവനാണ് ദൈവം അങ്ങനെ അവർക്ക് വേണ്ടി വച്ചിരിക്കുന്നത്. ദൈവമക്കളെ, അങ്ങനത്തെ ഒരു ഭാഗ്യകരമായ ഒരവസ്ഥയാണ് ഈ പുതിയ. അത് പുറമേ നിന്ന് കാണുന്നില്ല. നമുക്ക് ഗലാത്യ ലേഖനം 6:15 പറയുന്നുണ്ട്, പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. പുറമേ കാണുന്ന ന്യായപ്രമാണത്തിലെ ഒത്തിരി കാര്യങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ട്. ആ അഗ്രചർമ്മമോ പരിച്ഛേദനയൊന്നും അല്ല കാര്യം. പുതിയ സൃഷ്ടി, അത് ആത്മാവിലുള്ള ജനനമാണ്. ആത്മാവിലുള്ള ജനനമാണ് നമ്മളെ ഈ പുതിയ സൃഷ്ടിയിലേക്കും വീണ്ടും ജനനത്തിൻ്റെ അവസ്ഥയിലേക്കും കൊണ്ടുവരുന്നത്. പിന്നെ നമ്മൾ മടങ്ങി ആ പുതിയ സൃഷ്ടിയാണ് ദൈവം ആഗ്രഹിക്കുകയും ആ രീതിയിൽ ദൈവത്തെ വചനമനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാനാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അതാ പറയുന്ന, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. നമുക്കൊരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാൻ പറ്റും. നോക്കുക, നമ്മൾ ദൈവം ആദാമിനെ സൃഷ്ടിച്ചിട്ട് അവനെ വിൽപ്പവർ കൊടുത്തു. ഏത് കാര്യവും തിരഞ്ഞെടുക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വതന്ത്ര അധികാരമായി ഈ വിൽപ്പവർ എന്ന് പറയുന്നത്. അപ്പം മനുഷ്യൻ ആ സ്വതന്ത്ര അധികാരത്തിൽ ദൈവം ഒരിക്കലും കൈകടത്തുന്നില്ല. അത് നമുക്കറിയാൻ പറ്റും. ഇപ്പം നമ്മളായാലും നമ്മൾ ഏത് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും നമുക്കതിനകത്തൊരു തീരുമാനം എടുക്കുവാൻ കഴിയും. നമുക്ക് അതിനകത്ത് ദൈവം ഒരിക്കലും ഇടപെടുന്നില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ സ്വാതന്ത്ര്യമായി ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും, നമുക്ക് അതിലൂടെ ജീവിക്കാൻ കഴിയും. ഇപ്പം ആദാമിനെ ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. എന്നിട്ട് ആദാമിനോട് ദൈവം കാര്യങ്ങളൊക്കെ പറഞ്ഞ്, നമുക്കറിയാം അനുസരണക്കേട് കാണിച്ച കാര്യം. ഈ ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പും അവനെ തോട്ടത്തിലാക്കുന്നതിന് മുമ്പും തന്നെ ദൈവത്തിനറിയാമല്ലോ ഈ ആദാം അനുസരണക്കേട് കാണിക്കുമെന്നും. ആദ്യങ്ങൾ തന്നെ അവസാനം അറിയുന്ന ദൈവത്തിന് ഇതെല്ലാം നല്ലതുവണ്ണം അറിയാം. അവൻ ഈ തോട്ടത്തിൽ നിന്ന് അവനെ പുറത്താക്കേണ്ടി വരുമെന്നും എല്ലാം ദൈവത്തിനറിയാം. ഞാൻ ചിന്തിക്കുക, ഈ ആദാം, സത്യത്തിൽ ആദാമും ഹവ്വയും ഉള്ള അന്ന് ഭൂമിയിൽ ആകെയുള്ള 2 പേര്. അവർക്ക് വേറെ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനും ഇല്ല. അവർക്ക് ദൈവമേ ഉള്ളൂ. ദൈവത്തിനും അതുപോലെ ഈ ആദാമും ഹവ്വയും അല്ലാതെ വേറെ മൂന്നാമതൊരാളില്ല. അപ്പം അവർക്ക് ഈ ദൈവത്തിന് ആകെ ഇടപെടാനോ സംസാരിക്കാനോ ഉള്ളത് ഈ ഭൂമിയിൽ ആദാമും ഹവ്വയും. അപ്പം വചനത്തിൽ പറയുന്നുണ്ട്, വെയിലാറുമ്പോൾ ദൈവം അവരുടെ കൂടെ വരികയും സഹവസിക്കുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു ഭാഗമെന്ന് പറഞ്ഞാൽ, നോക്കുക, ഈ ആദാം തെറ്റ് ചെയ്യുമെന്നൊക്കെ ദൈവത്തിനറിയാമല്ലോ. അനുസരണക്കേട് കാണിക്കും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം അവനോട് ചില വ്യവസ്ഥകളും എന്തൊക്കെ ചെയ്യണമെന്നും പറഞ്ഞതും അവനതെല്ലാം തെറ്റിക്കുന്നതും ഹവ്വയായാലും ആദാമായാലും പാപമൊക്കെ ചെയ്യുന്നതും ഒക്കെ അല്ലെ അനുസരണക്കേട് കാണിക്കുന്നതൊക്കെ അതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളാണ്. എന്നാൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, ഇവന് ഫലം പറിച്ച് തിന്നുന്നതിന് മുമ്പ്, ഫലം പറിച്ചു, അല്ലെ ഹവ്വ ആയിക്കോട്ടെ ആദാമായിക്കോട്ടെ, ഫലം കയ്യിലിരുന്ന സമയത്ത് ദൈവം ആദാമേ എന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ അവനത് കഴിക്കുമായിരുന്നു. എന്തുകൊണ്ട് ദൈവം അത് ചെയ്തില്ല? അല്ലെങ്കിൽ അതിനുശേഷം നമുക്കറിയാലോ, അവൻ പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ആദാമേ നീ എവിടെയാണെന്ന് പറഞ്ഞ് ചോദിച്ച ദൈവം ഇറങ്ങി വന്നല്ലോ. അപ്പോൾ അവൻ ഇതിന് പ്ലാൻ ചെയ്തപ്പോഴോ ഇത് പറിച്ചപ്പോഴോ കഴിക്കുന്നതിന് മുമ്പ് ആദാമേ നീ എവിടെയാണ്, അല്ലെ ആദാമേന്നൊന്ന് വിളിച്ചാൽ മതി, അപ്പോഴും തന്നെ അവൻ ഭയപ്പെട്ടു പോയേനെ. അത് ദൈവം ചെയ്തില്ല. അതാ ഞാൻ പറഞ്ഞ, മനുഷ്യൻ അവനൊരു സ്വതന്ത്ര അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ദൈവം നമുക്ക് പ്രവർത്തിക്കാനും നമുക്ക് തീരുമാനമെടുക്കാനും നമുക്ക് മുന്നോട്ട് അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം നമുക്ക് നമ്മളെല്ലാ സത്യവും അറിഞ്ഞ് ദൈവവചനം അനുസരിച്ച് പ്രമാണം അനുസരിച്ച് വചനം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. എങ്കിലും നമുക്ക് മീറ്റിങ്ങിന് പോകണ്ട, ആരാധനയ്ക്ക് പോകണ്ടെങ്കിൽ പോകണ്ട, ഉപവസിക്കണമെങ്കിൽ ഉപവസിക്കാം, വേണ്ടെങ്കിൽ വേണ്ട, പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കണ്ടെങ്കിൽ പ്രാർത്ഥിക്കേണ്ട. അപ്പോൾ അങ്ങനെ ഒരു സ്വതന്ത്രമായ ഒരു തീരുമാനം നമുക്ക് തന്നെ എടുക്കാൻ കഴിയും. അത് ദൈവം ഒരിക്കലും അതിനകത്ത് ഇടപെടുന്നില്ല. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ആ വിൽ പവർ എന്ന് പറയുന്നത്. അത് ഒത്തിരി കാര്യങ്ങൾ അറിയാം. നമുക്ക് ഈ ബാബേൽ ഗോപുരത്തിൻ്റെ കാര്യത്തിൽ തന്നെ അറിയാം. ദൈവം അവിടെ ഇറങ്ങി വരിക. സത്യത്തിൽ ഇനിയൊരു ജലപ്രളയം ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ബാബേൽ ഗോപുരം ജനങ്ങളെല്ലാവരും ചേർന്ന് അവിടെ പറയുന്നത്. അവരുടെ നിരൂപണങ്ങളൊന്നും അസാധ്യമാകത്തില്ലെന്ന് കണ്ട് അവർ വിചാരിച്ചാൽ ആകാശം മുട്ടുന്ന ഗോപുരം പണിയാൻ കഴിയുമെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ മനുഷ്യനൊരു കാര്യം, അവനൊരു പരിധിയുണ്ട്. മനുഷ്യനോ ഏത് വ്യക്തിയോ സയൻസോ ശാസ്ത്രജ്ഞന്മാരോ ഒക്കെ പല കാര്യങ്ങളും
ഇന്നും ചെയ്യുന്നുണ്ട്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടോ ദൈവപ്രമാണം അനുസരിച്ചോ ജീവിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഒന്നുമല്ല. അവർക്ക് ദൈവം കൊടുത്ത എല്ലാ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവം അവർക്ക് കൊടുത്ത ബുദ്ധിയും ജ്ഞാനവും കഴിവും പ്രാപ്തിയും അനുസരിച്ച് അവരൊരു കാര്യത്തിന് വേണ്ടി സ്റ്റെപ്പ് എടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കിയാൽ അത് വിജയിക്കും. എന്നാൽ അത് പൂർണ്ണതയാകണമെന്നില്ല. അപ്പോൾ ദൈവം ഒഴികെ ബാക്കി ആരെന്ത് ചെയ്താലും ദൈവത്തിൻ്റെ വഴിയാണ് തികവുള്ളതും പൂർണ്ണതയുള്ളതും ശ്രേഷ്ഠതയുള്ളതും. മനുഷ്യൻ ചെയ്ത പല കാര്യങ്ങളും മനുഷ്യന് ചെയ്യാൻ കഴിയും. നമുക്കറിയാം, ഇപ്പോൾ ഈ എന്താ പറയുന്നത്, സാറ്റലൈറ്റ് ആയാലും ഈ സോളാർ സിസ്റ്റം ആയാലും ശൂന്യാകാശത്തിലായാലും ഒക്കെ ഇന്ത്യയിൽ നിന്നും ഒക്കെ അനേക ശാസ്ത്രജ്ഞന്മാർ പല പുതിയ ചുവടുവെപ്പുകളും പുതിയ ഏറ്റവും മറ്റ് രാജ്യങ്ങളെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും അതിൻ്റേതായ പരീക്ഷണങ്ങളും ഒക്കെ നമ്മുടെ ഇന്ത്യ ചെയ്യുന്നുണ്ട്. അവരൊന്നും ദൈവത്തെ വിളിച്ചിട്ടോ ദൈവത്തെ അറിഞ്ഞിട്ടോ പ്രാർത്ഥിച്ചിട്ടോ അല്ല. അവർ പൂജയും അങ്ങനെ ആ രീതിയിലുള്ള നമുക്കറിയാം, അതിൻ്റെ വിക്ഷേപണമൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകതര പൂജയും പ്രാർത്ഥനയും അങ്ങനെ ചെയ്തിട്ട് അതെല്ലാം വിജയിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അവർക്ക് കൊടുത്ത കഴിവും ബുദ്ധിയും പ്രാപ്തിയും അനുസരിച്ച് അവർ മുന്നോട്ട് നീങ്ങിയാൽ അത് വിജയിക്കും. എന്നാൽ ദൈവത്തിനത് തടയാൻ കഴിയും. ചില സമയത്ത് ദൈവം ചെയ്യണമെന്നില്ല, ചില സമയത്ത് ദൈവം ചെയ്യുന്നുമുണ്ട്. ഇപ്പം ബാബേൽ ഗോപുരത്തിൻ്റെ കാര്യത്തിൽ ദൈവം തന്നെ പറയുന്നത്, അവരൊരു കാര്യം തീരുമാനിച്ചാൽ അവരുടെ നിരൂപണങ്ങൾ അസാധ്യമാകുകയില്ല, അത് ചെയ്യും, അവരത് പൂർത്തീകരിക്കും. അപ്പോഴാണ് ദൈവം ഇറങ്ങി വന്ന് ഭാഷ കലക്കുന്നത്. അത് നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന് സ്വർഗത്തിൽ ഇരുന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ദൈവം വ്യത്യസ്തമായ ഓരോ കാര്യത്തിലും ഇടപെടുന്നത്, പ്രിയ ദൈവമക്കളെ. അങ്ങനെ നമുക്ക് പിന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിലായാലും പൗലോസ് നമ്മൾ ചിന്തിക്കുമ്പോൾ പൗലോസ് വളരെ തീവ്രവാദ സ്വഭാവമുള്ളവനായിരുന്നു. അവൻ ന്യായപ്രമാണ സംബന്ധമായി പരീക്ഷനും ന്യായപ്രമാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഗ്രഹിച്ചവനാണ് ഈ ശൗലായിരുന്ന പൗലോസ്. അവൻ നമുക്കറിയാം, അവൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും മഹാപുരോഹിതൻ്റെ അധികാരപത്രം വാങ്ങിച്ച് സകല പഴുതുമടച്ചാണ് അവൻ എന്ത് ചെയ്യുന്നതെന്നറിയാവോ? ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത്. നല്ല തീവ്രവാദം, നല്ല അവന് ആഴത്തിലുള്ള അതിനു വേണ്ടിയുള്ള ആഗ്രഹവും വാഞ്ചയും ഉണ്ടായിരുന്നു. ദൈവം അവനെ പിടിച്ചു. അതിനുശേഷവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പൗലോസ് അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി തീവ്രമായി നിന്നു. അറിഞ്ഞ സത്യത്തിന് വേണ്ടി, പുതിയ നിയമ സത്യത്തിന് വേണ്ടി അവൻ ക്രിസ്തുവിൻ്റെ ഈ സുവിശേഷത്തിന് വേണ്ടി അവൻ വളരെ ആഴത്തിൽ, അല്ലെങ്കിൽ കഷ്ടതയും ഒത്തിരി പ്രയാസങ്ങളും, അവൻ അനേക കഷ്ടങ്ങൾ സഹിക്കേണ്ടതാണെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. അവൻ ഒത്തിരി ത്യാഗം സഹിച്ച് തീവ്രവാദ സ്വഭാവത്തോടെ അവൻ നിൽക്കുകയുണ്ടായി. അപ്പോൾ അവനൊരു സ്വയമായൊരു തീരുമാനമെടുത്താൽ ദൈവം അവിടെ തടയുക. അവൻ പലരെ ഉപദ്രവിച്ചു. യെരുശലേമിലും അവിടെ ഇവിടങ്ങളിലെല്ലാം, ശമരിയയിലും എല്ലാം അനേകരെ ദ്രോഹിക്കുകയും ഉപദ്രവിക്കുകയും ക്രിസ്ത്യാനികളെ കഷ്ടപ്പെടുത്തുകയും അവരെ ഭാരപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടാണ് അവൻ ദമസ്കോസിൽ സിറിയയിലേക്ക് വന്നത്. അവിടെ വെച്ചാണ് പിടിക്കപ്പെടുന്നത്. കണ്ടോ? അപ്പം അവന് കൊടുത്ത വിൽ പവർ അനുസരിച്ച്, അവൻ്റെ കഴിവനുസരിച്ച്, ശക്തി അനുസരിച്ച് അവൻ ദൈവത്തിനെതിരെയാണ് നിന്നതെങ്കിലും അവൻ അറിഞ്ഞ കാര്യത്തിനായ പ്രമാണത്തിന് വേണ്ടി തീവ്രമായി നിന്നവനാണ്. എന്നാൽ ദൈവം കണ്ടോ അവനെ തടയുന്നില്ല. അവൻ യെരുശലേമിലും ശമരിയയിലും ഒക്കെ അനേകം ഉപദ്രവങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ ചെയ്തു. ദൈവം അവിടെ ഒന്നും അവനെ തടയുന്നില്ല. ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. വ്യത്യസ്തമായ ഇടപെടലുകളാണ് ദൈവം ചെയ്യുന്നത്. അവനെ പിടിക്കപ്പെട്ടു. അവൻ ദമസ്കോസിൽ വെച്ച് പിടിക്കപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞ ദൈവമക്കൾ, അവിടെ വെച്ച് അവനെ ദൈവം അവനെ ഏത് രീതിയിൽ അവനെ കൊണ്ടുവരണമെന്ന് ദൈവം അവിടെ വെച്ച് പ്ലാൻ ചെയ്യും. അതിനുശേഷം അവൻ പുതിയ സൃഷ്ടിയായത്. അപ്പം ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി മനുഷ്യനെ എങ്ങനെ മാറ്റിമറിക്കുവാൻ കഴിയും? നമുക്ക് അനേക കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പം നമുക്ക് ദൈവത്തെ അറിയാത്തവനോടുകൂടി ഇതൊക്കെ ശൗലായ പൗലോസിനെയൊക്കെ അവൻ ദൈവത്തെ അറിയാത്തവനെ, അവനെ കൊണ്ട് ദൈവത്തെ അറിഞ്ഞവരെയും ദൈവം ആ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം അബ്രഹാം ആയാലും അവൻ വാഗ്ദത്തമൊക്കെ കൊടുത്തെങ്കിലും വിശ്വാസം ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ അവനെ 25 വർഷം കാത്തിരുന്നെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ആ പാതയിലേക്ക് അവനെ കൊണ്ടുവന്നു. യേശാവിനോടും ലാബാനോടും ഒക്കെ ദൈവം ഇടപെട്ട് അവരൊന്നും ദൈവ വഴിയിൽ നടന്നവരല്ല, അന്യവിഗ്രഹങ്ങളെ സേവിച്ചവരൊക്കെ. ഈ ലാബാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, നീ യാക്കോബിന് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യരുതെന്ന്. എന്തിന്? യോനെ നോക്കുക, മത്സ്യത്തെയും പുഴുവിനെയും കൊണ്ട് അവനെ പാഠം പഠിപ്പിച്ചത്. കണ്ടോ? അവൻ പല കാര്യങ്ങളും ചെയ്യുവാൻ അവൻ ദൈവം ഏൽപ്പിച്ചെങ്കിലും ദൈവം അങ്ങനെ ക്രൂരമായിട്ടല്ല ചില സമയത്ത് അങ്ങനെ ഇടപെടാം. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇപ്പം ബിലിയാമിനെ നോക്കുക, കഴുതയെ കൊണ്ടാണ് അവനെ വഴി കാട്ടിയത്.
അപ്പം ദൈവത്തിൻ്റെ പദ്ധതി തികച്ചും വ്യത്യസ്തമാണ് ദൈവമക്കളെ. ദൈവം നമ്മളെ ഓരോ പാതയിലൂടെ പദ്ധതിയിലൂടെ ദൈവം നമ്മളെ നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദൈവഹിതം മനസ്സിലാക്കി ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരമുള്ള ആ പുതിയ സൃഷ്ടിയിലേക്കും അനുഭവത്തിലേക്കും വീണ്ടും ജനനത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അതിലേക്ക് ദൈവം കൂട്ടിവരുത്തും. അല്ല, ചിലരെ അതോടെ തകർത്ത് കളഞ്ഞെന്നിരിക്കും. ബെൽഷസ്സറിനെയൊക്കെ അറിയാം. നമുക്ക് ആലയത്തിലെ ഉപകരണങ്ങളൊക്കെ എടുത്ത് അവൻ വിരുന്ന് കഴിച്ചു. അവനെ അവിടെ വെച്ച് അന്ന് രാത്രി അവൻ കൊല്ലപ്പെടും. അവൻ്റെ ഏപ്പാടിപ്പോയെന്നാ കണ്ടോ. ദൈവം അവനോട് ശക്തമായി ഇടപെടുന്നു. അപ്പോൾ സ്വാതന്ത്ര്യമായി നമ്മൾ നമ്മുടെ അധികാരവും നമ്മുടെ പവറും ഉപയോഗിക്കുമ്പോൾ തന്നെ ദൈവം ചിലപ്പോൾ ഇടപെടും. ദൈവം നമ്മളെ ആ സത്യത്തിലേക്ക് ചിലരെ തകർത്ത് കളയും. ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ഹേരോദാവിനെയൊക്കെ ആ സമയത്ത് തന്നെ അടിച്ച് ക്രമിക്കിരയാക്കി. ദൈവമക്കളെ, ഈ പുതിയ സൃഷ്ടിയുടെ അനുഭവമാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ കഴിവും പ്രാപ്തിയും അനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും. എന്നാൽ ദൈവം അതല്ല നമ്മളെപ്പറ്റി ആഗ്രഹിച്ച് സത്യം ഗ്രഹിക്കുവാനും ഈ വഴിയിൽ നടക്കുവാനും ഈ വീണ്ടും ജനനത്തിൻ്റെ അനുഭവം മനസ്സിലാക്കുവാനും ഈ പുതിയ സൃഷ്ടിയ ദൈവിക പദ്ധതി അനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും പറ്റി ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. യുവജനങ്ങളാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അന്ത്യത്തോളം വിശ്വസ്തരായി ജീവിപ്പാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ദൈവജനം ഞാനിവിടെ ഉപസംഹരിക്കുന്നു. അവസരം തന്ന പ്രിയ ദൈവദാസനും മാനേജിംഗ് ഓഫീസർ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.